ഹലോ ഫ്രണ്ട്സ്, ഇരുമ്പമ്പുളി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇരുമ്പമ്പുളിയുടെ മരം കണ്ട? ഇരുമ്പമ്പുളി തൂങ്ങിക്കിടക്കണണ്ട. ഇരുമ്പമ്പുളി ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇരുമ്പമ്പുളി വെച്ചിട്ടൊരു കറി വെച്ചാലോ? നമുക്ക് ഇത് പറിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഇരുമ്പമ്പുളി വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കണത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. വേണ്ട, എന്ത് രസമാണെന്ന് നോക്കിയേ. ഇതിൻ്റെ ഇല തന്നെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇരുമ്പമ്പുളി ഇറക്കുന്നുണ്ട. നമുക്കിത് വെച്ചൊരു കറി ഉണ്ടാക്കാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇരുമ്പമ്പുളി ഇന്നലെ നമ്മളിന്ന് പറിച്ചെടുത്തില്ലേ, ആ ഇരുമ്പമ്പുളി കറി വയ്ക്കാം. ഇരുമ്പമ്പുളി നമ്മൾ മരത്തിൽ നിന്ന് എടുത്ത ഇരുമ്പമ്പുളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിലരിയണം. കണ്ട, ഇതുപോലെ നീളത്തിലരിഞ്ഞേക്കണം. നീളത്തിൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കണ്ട, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി, സബോള, കാന്താരി മുളക് വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ. ഞാൻ ടേസ്റ്റിന് വേണ്ടി വെച്ചേക്കണേ കേട്ടോ. പച്ചമുളക് വേണം, വേപ്പില, ചുമന്നുള്ളി നല്ലോണം ഇടണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. നമ്മൾ മാങ്ങക്കറി വെച്ചില്ലേ, മാങ്ങക്കറി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചുമന്നുള്ളി നല്ലോണം ഇടണമെന്ന്. അതുപോലെ ചുമന്നുള്ളി നല്ലോണം ഇട്ട് കൊടുക്കണം. അതാണ് ഈ നമ്മുടെ ഇരുമ്പമ്പുളിക്കറിയുടെ ടേസ്റ്റ് വരുന്നത്. അതുപോലെ നമ്മൾ ഇരുമ്പമ്പുളി എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഒത്തിരി മൂത്തത് എടുക്കരുത്. ചെറുതരങ്ങൾ പോലത്തെ അങ്ങനത്തെ എടുക്കണം. അതുകൊണ്ട് പിന്നെ നമ്മൾ അത് തിരുമ്മി വെക്കുമ്പോൾ, നമ്മൾ മാങ്ങക്കറിക്ക് തിരുമ്മി വെച്ചില്ലേ 10 മിനിറ്റ് നേരം, 10 അരമണിക്കൂറോ എത്ര നേരം ഇത്തിരി നേരം ഇരിക്കണേ ആട്ടോ നല്ലത്. അപ്പം അത് തിരുമ്മി വെക്കുമ്പോൾ അത് ഇങ്ങനെയുള്ള പാത്രങ്ങൾ, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ തിരുമ്മി വെക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ കറ പിടിക്കും. അതിൻ്റെ ഒരു കറയുണ്ട്, ഒരു കറ പോലത്തെ ഒരു ഇത് അലൂമിനിയത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കളറ് മാറിപ്പോകും കേട്ടോ. അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള പാത്രങ്ങളിൽ തിരുമ്മി വയ്ക്കാൻ ശ്രമിക്കണം. അല്ലാതെ വേറെ പാത്രങ്ങളൊന്നും ഉപയോഗിക്കരുത്. സ്റ്റീലിൻ്റെ പാത്രം ഒട്ടും ഉപയോഗിക്കരുത്. പാത്രം വെച്ചാൽ ഇരുമ്പമ്പുളിയുടെ കളറ് മാറിപ്പോവും പാത്രത്തിൻ്റെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെയുള്ള പാത്രങ്ങളുണ്ടല്ലോ, തൊട്ടികൾ, അങ്ങനെ അതിൽ എടുത്ത് നിങ്ങൾ തിരുമ്മി വയ്ക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമുക്കൊന്ന് തിരുമ്മി വെച്ചാലോ? നമുക്ക് തിരുമ്മി വയ്ക്കാം. നമുക്ക് ആദ്യം തന്നെ ആദ്യം തന്നെ ഇതൊക്കെ ഇടാം. നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഇടാം. നമ്മളിപ്പോൾ കാണിച്ചു തന്നില്ലേ ഞാൻ, അതെല്ലാം ഇതിലേക്ക് ഇടണം കേട്ടോ. നമ്മളുടെ ഉള്ളിയും പച്ചമുളകും ചുവന്നുള്ളിയും 2 വെളുത്തുള്ളിയും അതൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അത് നമുക്ക് തിരുമ്മി വെക്കാനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇരുമ്പമ്പുളിയിലേക്ക് നമ്മളതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, അതുപോലെ മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോ സ്പൂണൊക്കെ മതിയായിരിക്കും, നിങ്ങൾക്ക് ഓരോ സ്പൂൺ മതിയായിരിക്കും. അളവിൻ്റെ അനുസരിച്ച് ഇടണം. കുറച്ചുള്ളിനും കുറച്ചുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് തിരുമ്മി വയ്ക്കണം. ഉപ്പിടണം. തിരുമ്മാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമുക്ക് കണ്ടോ 1 സ്പൂൺ ഉപ്പ് ഇട്ടോടും. പാകത്തിന് ഉപ്പ്, നിങ്ങൾക്ക് എന്തോരം ആവശ്യമെന്ന് വെച്ചാൽ ആ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് തിരുമ്മി വയ്ക്കാൻ വേണ്ടി ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആദ്യം തന്നെ ഇത് തിരുമ്മി വയ്ക്കാം. തിരുമ്മി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മീതെ ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വെച്ച് ഇതവിടെ ഇരിക്കട്ടെ കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം ഇവിടെ ഇരിക്കട്ടെ. അതാണ് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ തിരുമ്മി ഞരടി അതുപോലെ ഞങ്ങൾ തിരുമ്മി വയ്ക്കാമെന്നാണ് കേട്ടോ പറയണേ. ചിലവർ ഞാൻ കേട്ടിട്ടുണ്ട് ഞരടി വെക്കണം. അപ്പം ഞങ്ങൾ പറയണത് തിരുമ്മി വയ്ക്കാമെന്നാണ്. അതുപോലെ എല്ലാ പച്ചമുളകും സബോളയും ഇഞ്ചിയും വേപ്പിലയും എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ തിരുമ്മി വെക്കണം. കണ്ടോ, അവിടെ ഇരിക്കട്ടെ. ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആ തിരുമ്മി അവിടെ ഇരിക്കട്ടെ. കുറച്ചത് ഞാൻ ഞരട്ടി വെച്ചിട്ടുണ്ട് നല്ലതുപോലെ. ചില സ്ഥലങ്ങളിൽ തിരുമ്മിന്ന് ഞരടി എന്നൊക്കെ പറയാം, എല്ലാവർക്കും എനിക്കറിയില്ല. ഞങ്ങൾ തിരുമ്മി എന്നാണ് പറയുന്നത്. അപ്പോൾ തിരുമ്മി വയ്ക്കാം. അപ്പോൾ നല്ലോണം കണ്ട
നല്ലോണം തിരുമ്മി വെച്ചിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട്, പച്ചമുളകൊക്കെ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതവിടെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വന്ന് വേവിക്കാം കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ പാനിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ കേട്ടോ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. ഇനി നമുക്ക് ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ചുമന്ന മുളകും കടുക് പൊട്ടിക്കാനുള്ള ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പുളി ഇട്ട് കൊടുക്കാം. പുളി അവിടെ കിടന്ന് വറയിൽ കിടന്നൊന്ന് വേകട്ടെ. വറയിലിടാന്നാട്ടാ പറയണേ. നമ്മൾ മാങ്ങയൊക്കെ വറയിലിട്ടില്ലേ ചുമ വന്നു. അപ്പം നമുക്ക് മുളകിൻ്റെ കുത്തും കൊണ്ട് ചുമ വരാട്ടാം. അപ്പോൾ നമുക്കതൊന്ന് വറയിലിടാം. കുറച്ച് നേരം അതിൻ്റെ ഒരു ഞങ്ങൾ പറയണത് വറയിലിടാമെന്നാണ്. പുളി ഒന്ന് വരണ്ട് വരണം. പുളി വരണ്ട് വരണ വരെ നമുക്ക് ഇച്ചിരി നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. എന്നിട്ട് മൂടി തുറന്നിട്ട് നമുക്ക് ബാക്കി പണി ചെയ്യാം. ഒന്ന് വറയിൽ കിടക്കട്ടെ. പുളിയുടെ ഇതൊക്കെ ഒന്ന് പാകമായി വരട്ടെ. പുളി റെഡിയായി. ഉപ്പും മുളകൊക്കെ നമ്മൾ വരട്ടി വെച്ച പുളിയാണ്. ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് വരട്ടിയതാണ്. ഇനി ആ പുളി ഒന്ന് വരണ്ട് വരണ വരെ, പച്ചമണം ഒന്ന് പോണ വരെ, അത്രയും മതി. അതാണ് വറയിലിടാന്ന് പറയുന്നത്. അങ്ങനെ വറയിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇച്ചിരി നേരം ഇരിക്കാം. അത് ഇത്തിരി നേരം ഇരിക്കട്ടെ കേട്ടോ. അതിന് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ മൂടി വെച്ചിട്ടുള്ള മൂടി എടുത്ത് നോക്കാം. മൂടി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് എടുത്ത് നോക്കാം. നല്ലതായിട്ടുണ്ട്. ഇനി നമുക്ക് 2ാം പാലെടുത്ത് വെച്ചേക്കണല്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. അടുത്തൊന്ന് വേവട്ടെ കേട്ടോ. 2ാം പാൽ ഒഴിച്ച് ഇച്ചിരി കൊടുക്കാം. ഒന്ന് വെന്ത് ചെയ്യുമ്പോൾ, ആ പാലിൽ കിടന്നൊന്ന് വെന്ത് ചെയ്യുമ്പോൾ ആദ്യത്തെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച്, ആദ്യ പാലും കൂടി ഒഴിച്ച് നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കിടന്നൊന്ന് പുളി വാടിയിട്ട് വരട്ടെ. പുളി വാടട്ടെ കേട്ടോ. പുളി ഒന്ന് വാടണോ? കറിയണ്ട, നല്ല രസമല്ലേ പുളി കാണാൻ. ഒന്ന് വാടട്ടെ കേട്ടോ. പുളി ഒന്ന് വാടണം. ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. പുളി വാടി വരട്ടെ. നല്ല ടേസ്റ്റാട്ടാ പുളി. കറി ഉണ്ടാൽ തന്നെ നമുക്ക് തിന്നാൻ തോന്നൂലേന്ന് നോക്കി. നല്ല രസമല്ലേ. ആദ്യത്തെ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കഴിഞ്ഞ് ഇത് തിളച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ആദ്യത്തെ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറി നോക്കിയേ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്, നല്ല രസമല്ലേ. ഒന്ന് റെഡി ആവട്ടെ. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഒന്ന് തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ ഇരുമ്പുളിക്കറി റെഡി ആയി കഴിഞ്ഞു. നല്ലോണം തിളച്ചു. നമ്മുടെ ഇരുമ്പുളിക്കറി റെഡിയായി. ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം.
ചെയ്യില്ലേ? നല്ല രസമല്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടാ. കറിയും ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കറി. നിങ്ങളുടെ ഷുഗർ കുറയ്ക്കാനും. തീയൊക്കെ ഓഫ് ചെയ്തോട്ടാ ഞാൻ. കണ്ട, ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ ഈ കറീനെ കൊണ്ട് സാധിക്കും. അതുപോലെ വണ്ണം കുറയുമെന്നാണ് കേട്ടോ പറയണേ. ഒത്തിരി കഴിക്കരുത് കേട്ടോ, കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണവും കുറയും, ഷുഗറും കുറയും, കൊളസ്ട്രോളും കുറയും കേട്ടോ. അപ്പം എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നല്ല ഭംഗിയാണോ നോക്കിയേ, അല്ലേ? അപ്പോൾ എന്നോട് എല്ലാവരും ഇതിന് അഭിപ്രായം പറഞ്ഞിട്ട് എന്നെ അറിയിക്കണം കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എന്നോട് അഭിപ്രായം പറയണം. ഓക്കേ, നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ വരാം കേട്ടോ.